ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിദ്യാർത്ഥി ലോകത്തിലേക്ക് സ്വാഗതം. മനുഷ്യനെ വീണ്ടും ചാന്ദ്രോപരിതലത്തിലെത്തിക്കാൻ നാസ തയ്യാറെടുക്കുകയാണ്. 2025 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്ത് മനുഷ്യനെ ഇറക്കുമെന്നാണ് നാസ അവകാശപ്പെടുന്നത്. ആർട്ടമീസ് 3 ദൗത്യത്തിൽ ആദ്യമായി ഒരു വനിതയും മറ്റൊരാളും ചന്ദ്രനിൽ നടക്കും. അതിനു മുന്നോടിയായി പരീക്ഷണ ദൗത്യങ്ങൾ നടത്തും. ഈ യാത്രകളിൽ ബഹിരാകാശ സഞ്ചാരികളുടെ സാന്നിധ്യം ഉണ്ടാകില്ല. 1972 അപ്പോളോ 17 ദൗത്യത്തിനു ശേഷം ആദ്യമായാണ് മനുഷ്യൻ്റെ ചാന്ദ്ര സന്ദർശനം. ഗ്രീക്ക് പുരാണത്തിലെ സൂര്യദേവനാണ് അപ്പോളോ. അപ്പോളോയുടെ സഹോദരിയാണ് ആർട്ടമീസ്. ഒരു വനിത കൂടി യാത്ര ചെയ്യുന്നു എന്നതാണ് ആർട്ടമീസ് എന്ന് പേര് സ്വീകരിക്കാൻ കാരണം. ഏകദേശം $35 ബില്യൺ പദ്ധതിയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ആർട്ടമീസ് 1 ഈ മാസം 29-ന് വിക്ഷേപിക്കും. 2024 മെയ്യിലായിരിക്കും ആർട്ടമീസ് 2ൻ്റെ വിക്ഷേപണം. നാസയുടെ സ്പേസ് ലോഞ്ച് സിസ്റ്റം ഉപയോഗിച്ചാകും എല്ലാ വിക്ഷേപണവും. ഒറീസൺ സ്പേസ് ക്രാഫ്റ്റിലാണ് യാത്രക്കാരുടെ ചാന്ദ്രയാത്ര. 2025 ആർട്ടമീസ് 3 ദൗത്യത്തിൽ മനുഷ്യർ ചന്ദ്രനിൽ വീണ്ടും കാലുകുത്തും. 2027 ആർട്ടമീസ് 4 ദൗത്യവും മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ളതാണ്. ആദ്യ യാത്രയിൽ മനുഷ്യർക്ക് പകരം ഡമ്മികളെയാണ് നാസ ചന്ദ്രനിലേക്ക് അയക്കുന്നത്. ആദ്യ ദൗത്യം വിജയകരമായാൽ രണ്ടാമത്തെ ദൗത്യത്തിൽ തന്നെ മനുഷ്യൻ ചന്ദ്രനിലെത്തും. ലോക്ക് ഹീഡ് മാർട്ടിൻ കോർപ്പറേഷനാണ് ആർട്ടമീസ് ദൗത്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒറീസൺ സ്പേസ് ക്രാഫ്റ്റ് നിർമ്മിച്ചത്. ആമസോണിൻ്റെ വെർച്വൽ അസിസ്റ്റൻ്റ് സംവിധാനമായ അലക്സ, സിസ്കോ വെബെക്സ്, വീഡിയോ കൊളാബറേഷൻ എന്നീ സങ്കേതങ്ങളും ബഹിരാകാശ പേടകത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ബഹിരാകാശ യാത്രയിൽ പേടകവുമായി ലളിതമായി ശബ്ദ സന്ദേശങ്ങൾ കൈമാറാൻ ഇതിലൂടെ സാധിക്കും. ഗ്രൗണ്ട് സ്റ്റേഷനിൽ നിന്ന് യാത്രികരുമായി ടാബ് വഴി വീഡിയോ കോൺഫറൻസിങ്ങും സാധ്യമാകും. നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്കും പേടകത്തിലെ ഡാറ്റാബേസും ഉപയോഗിച്ചാകും ഈ സങ്കേതങ്ങൾ പ്രവർത്തിക്കുക. നാസയുടെ ശക്തമായ വിക്ഷേപണ വാഹനമാണ് സ്പേസ് ലോഞ്ച് സിസ്റ്റം അഥവാ SLS. അപ്പോളോ യാത്രകൾക്ക് ഉപയോഗിച്ച സാറ്റേൺ 5 റോക്കറ്റുമായി ആർട്ടമീസിന് സാദൃശ്യമുണ്ട്. 50 വർഷത്തിനു ശേഷം മനുഷ്യൻ്റെ കാൽപ്പാടുകൾ ചന്ദ്രനിൽ പതിയാൻ പോവുകയാണ്. അതിൻ്റെ ആദ്യ ചുവടുവയ്പ്പാണ് ഈ ദൗത്യത്തിലൂടെ നാസ നടത്തുന്നത്. ചന്ദ്രനിൽ കൃഷി ചെയ്യാൻ അനുകൂലമായ സാഹചര്യങ്ങൾ പരിശോധിക്കുക, ലൂണാർ ഔട്ട്പോസ്റ്റുകൾ നിർമ്മിക്കുക, ഖനനം നടത്തുക, ലൂണാർ ബേസുകൾ നിർമ്മിക്കുക തുടങ്ങിയ വലിയ ലക്ഷ്യങ്ങളാണ് ആർട്ടമീസ് ദൗത്യങ്ങൾ കൊണ്ട് നാസ ഉദ്ദേശിക്കുന്നത്. ഭാവിയിൽ വിനോദസഞ്ചാരത്തിന് തിരഞ്ഞെടുക്കാവുന്ന പ്രദേശമായിരിക്കും ചന്ദ്രൻ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളത്തെ രാജ്യത്തെ പ്രധാന വാർത്തയുടെ വിശകലനവുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.